നമസ്കാരം. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് കേരളത്തിലെ പ്രധാനപ്പെട്ട ചർച്ച എന്ന് പറയുന്നത് PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട ചർച്ചയാണ്. അതിൽ PM ശ്രീ കേരള സർക്കാർ ഒപ്പുവെച്ചതുമായി ബന്ധപ്പെട്ട് സർക്കാരിനെ വല്ലാതെ വിമർശിക്കുന്ന അവരുടെ ഘടകകക്ഷി തന്നെയായിട്ടുള്ള CPI നമ്മളൊരു ഭാഗത്ത് കാണുമ്പോൾ, അതിനെ പരിഹസിക്കുന്ന തരത്തിലേക്കുള്ള കോൺഗ്രസ് സൈബർ പോരാളികളെയും കോൺഗ്രസ് നേതാക്കന്മാരെയാണ് മറുഭാഗത്ത് കാണുന്നത്. പക്ഷേ എന്തിനാണ് PM ശ്രീയെ ഇങ്ങനെ വിമർശിക്കുന്നത് എന്ന് വലിയ ചോദ്യമായി നിലനിൽക്കുകയാണ്. PM ശ്രീയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോൾ അതിൽ എന്താണ് ഇത്ര വലിയ തെറ്റുള്ളത്? ഒരുപാട് കുട്ടികൾക്ക് ആനുകൂല്യം കിട്ടുന്ന രീതിയിലേക്ക് ഒരുപാട് സ്കൂളിന്റെ പഠന നിലവാരവും അതുപോലെ തന്നെ സാമൂഹ്യ നിലവാരവും ഒക്കെ ഉയർത്തുന്ന രീതിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ഏറ്റവും മികച്ച പദ്ധതി, പ്രധാനമന്ത്രിയുടെ ഒരു സ്വപ്ന പദ്ധതി എന്ന നിലയിൽ തന്നെ തുടങ്ങിയിട്ടുള്ള ഈ പദ്ധതിയെ ഇതുവരെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി, വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി കേരളത്തിൽ നിന്ന് മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ, പിന്നീട് ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു പദ്ധതികളിലും നിങ്ങൾക്ക് അംഗത്വം കിട്ടില്ല എന്ന് കേന്ദ്രം ശക്തമായി പറഞ്ഞ സമയത്ത് അതിനെ അംഗീകരിക്കേണ്ടി വന്നിരിക്കുന്നു സംസ്ഥാന സർക്കാരിന് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മാത്രവുമല്ല, ഇന്ത്യൻ പാർലമെന്റ് നടപ്പിലാക്കിയ ഒരു നിയമം എത്ര കാലം സംസ്ഥാനങ്ങൾക്ക് നടപ്പിലാക്കാതെ ഇരിക്കും, അല്ലെങ്കിൽ നടപ്പിലാക്കാതിരിക്കാൻ പറ്റും? അതൊരു ചോദ്യമായി നിലനിൽക്കുകയാണ്. ഇത് കേരളമാണ്, ഞങ്ങൾ നടപ്പിലാക്കില്ല എന്നൊക്കെ വേണമെങ്കിൽ തള്ളാം, അല്ലാതെ മറ്റു കാര്യങ്ങളൊന്നും നടക്കില്ല. കാരണം ഇവിടെ എല്ലാ പദ്ധതികളും ഇവിടെ നടപ്പിലാക്കിയിട്ടുണ്ട്. ഇപ്പോ സംസ്ഥാന സർക്കാർ പലതരത്തിൽ എതിർത്തിട്ടുള്ള പല പദ്ധതികൾ നമുക്ക് എടുത്തു നോക്കൂ. ഇപ്പോൾ CAA ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ടൊക്കെ പറഞ്ഞ നിയമങ്ങൾ കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന ഏറ്റവും വലിയ വിവരക്കേട് വിളിച്ചു പറയുന്നു. കാരണം ഇന്ത്യൻ പാർലമെന്റ് നടപ്പിലാക്കിയ ഒരു നിയമം അത് എല്ലാ സംസ്ഥാനങ്ങൾക്കും ബാധകമാണ്. കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ട ഒരു കാര്യമല്ല പൗരത്വ നിയമം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ സംസ്ഥാനങ്ങൾക്ക് അതിലൊരു പരിധിയിൽ കൂടുതൽ ഇടപെടാൻ പോലും കഴിയില്ല. അങ്ങനെ ഇരിക്കെയാണ് ഇത് സംസ്ഥാനത്ത് നടപ്പിലാക്കില്ല എന്നൊക്കെയുള്ള വിവരക്കേടുകൾ വിളിച്ചു പറയുകയും അത് കേട്ട് കൈയടിക്കുകയും ചെയ്യുന്ന കുറെ ആളുകളുടെ അവസ്ഥ. അത് പരിതാപകരമാണ്. ഇന്ന് PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായ ഒരു പ്രതികരണം ആരുടെ ഭാഗത്തു നിന്നാണ് വന്നതെന്ന് ചോദിച്ചാൽ സുരേന്ദ്രന്റെ ഭാഗത്തു നിന്നാണ് വളരെ നിർണായകമായ, വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. സുരേന്ദ്രൻ കൃത്യമായി പറയുന്നു, നിങ്ങൾ പറയുന്നത് പോലെയല്ല കാര്യങ്ങൾ. ഇന്ത്യൻ പാർലമെന്റ് അവതരിപ്പിച്ചിട്ടുള്ള ഒരു നിയമം കേരളത്തിൽ നടപ്പിലാക്കാൻ കഴിയില്ല എന്നൊക്കെ പറയുന്നത് വെറും വിരോധാഭാസമാണ്. അത് നിങ്ങളുടെ സ്വപ്നം മാത്രമാണ്, അല്ലെങ്കിൽ കുറെ ആളുകളുടെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള തന്ത്രം മാത്രമാണ്. അതല്ലാതെ അതിനപ്പുറത്തേക്കൊന്നും പോകാൻ കഴിയില്ല എന്ന് സുരേന്ദ്രൻ വളരെ കൃത്യമായി ഇന്ന് മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞു. മാത്രവുമല്ല, സുരേന്ദ്രൻ പതിവിൽ നിന്ന് വ്യത്യസ്തമായി അദ്ദേഹം പറഞ്ഞ ചില പ്രധാന കാര്യങ്ങൾ എന്ന് പറയുന്നത്, സാധാരണയായി സുരേന്ദ്രൻ ആ ഒരു വിഷയത്തിന്റെ നിർണായകമായ കാര്യങ്ങളൊക്കെ പറഞ്ഞങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. വിവാദമായ വിഷയങ്ങളെ ഒന്നും അങ്ങനെ അദ്ദേഹം എടുത്ത് ഒരു ബുദ്ധിമുട്ട് മറ്റുള്ളവർക്ക് ഉണ്ടാക്കണ്ട എന്ന് കേട്ടി സംസാരിക്കുന്ന മനുഷ്യനുമാണോ. പക്ഷെ ഇന്ന് സുരേന്ദ്രൻ കൃത്യമായി പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് സവർക്കറുമായി ബന്ധപ്പെട്ട വിഷയം. സവർക്കറെയും അതുപോലെ തന്നെ മറ്റ് BJP RSS നേതാക്കന്മാരെയും ഒക്കെ പഠിപ്പിക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് കേരളത്തിലെ സ്കൂളുകൾ മാറും എന്ന വലിയ വിമർശനം പല പ്രതിപക്ഷ പാർട്ടികളുടെയും അതുപോലെ തന്നെ ചില സുഡാപ്പി രാഷ്ട്രീയം, ഈ ഇസ്ലാം ജിഹാദ് രാഷ്ട്രീയം എന്ന് തന്നെ പറയാം, ആ പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റ് രാഷ്ട്രീയം കൊണ്ടു നടക്കുന്നവരിൽ നിന്ന് വലിയ രീതിയിൽ ഉണ്ടായിരുന്നു. എന്നാൽ സുരേന്ദ്രൻ കൃത്യമായി പറയുന്നു, സവർക്കറെയും പഠിപ്പിക്കേണ്ടി വരും, സവർക്കറെ പഠിക്കുകയും വേണം. എന്താണ് സവർക്കറെ പഠിച്ചാൽ? ഇവിടെ എന്താ പ്രശ്നമുള്ളത്? സവർക്കർ എന്താണ് തെറ്റ് ചെയ്തത്? ഈ കാര്യങ്ങൾ കൃത്യമായി ചോദിക്കുകയാണ് സുരേന്ദ്രൻ എന്ന് ചെയ്യുന്നത്. മാത്രമല്ല, കരിക്കുലത്തിൽ സംസ്ഥാന സർക്കാർ മാത്രമല്ല ഇടപെടുന്നത്. സംസ്ഥാന സർക്കാർ മാത്രമാണ് കരിക്കുലം ആയി ബന്ധപ്പെട്ട് അത് തയ്യാറാക്കുന്നതും അതിലൂടെ കാര്യങ്ങളെല്ലാം നീക്കുന്നതും എന്നുള്ള പല ആളുകളുടെയും അഭിപ്രായത്തെ ഖണ്ഡിച്ചുകൊണ്ട് സുരേന്ദ്രൻ പറയുന്നു, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ട കാര്യമാണ്. കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുന്നത് കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും ഒരേപോലെ പങ്കാളിത്തമുള്ള കാര്യമാണ്. അതിൽ കേന്ദ്രം കൃത്യമായി ഇടപെടും. ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുക തന്നെയാണ് PM ശ്രീ ഒപ്പിടുന്നതിലൂടെ കേരളം ഉദ്ദേശിക്കുന്നത്. ഇവിടെയും അത് നടപ്പിലാക്കും. അതുപോലെ തന്നെ സംസ്ഥാന സർക്കാർ, ഇപ്പോൾ ഇടതുപക്ഷ സർക്കാർ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വിചാരിച്ചാൽ ഇവിടെ എത്രയോ അധികം പാഠപുസ്തകങ്ങളിൽ എന്തെല്ലാം അവർ കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട പല സമരങ്ങളെയും പല കാര്യങ്ങളെയും ഗവർണറുടെ അധികാരങ്ങളെയും ഒക്കെ ഇടതു സർക്കാരിന്റെ ഇഷ്ടാനുസരണം ഈ പറയുന്ന കുഞ്ഞുങ്ങളുടെ പാഠപുസ്തകത്തിൽ തിരികെ കയറ്റുകയും അതൊരു കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്ര രാഷ്ട്രീയത്തിന്റെ എല്ലാ കാര്യങ്ങളെയും ഒരു പാഠപുസ്തകത്തിൽ ഉൾക്കൊള്ളിക്കാനും ഇവിടുത്തെ ഇടത് സർക്കാർ തുനിയുമ്പോൾ ഇന്ത്യ ഭരിക്കുന്ന സർക്കാരിന് അതിലേറെ ചെയ്യാൻ കഴിയും എന്നുള്ളത് ഇന്ന് സുരേന്ദ്രന്റെ വാക്കുകളിലൂടെ വ്യക്തമാവുകയാണ്.
കാരണം കെ സുരേന്ദ്രൻ പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഈ പറയുന്ന പോലെ ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക് ഒന്നും അല്ല കേരളം എന്ന് പറയുന്നത്. ഈ ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളിൽ ഒന്ന് മാത്രമാണ് കേരളം, അല്ലാതെ അതിലപ്പുറത്തേക്കുള്ള ഒരു പ്രത്യേകതയും കേരളത്തിനില്ല എന്ന് കൃത്യമായി സുരേന്ദ്രൻ പറഞ്ഞു വെക്കുകയാണ്. അതായത് ഇവിടത്തെ കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട്, ഇവിടത്തെ ഏതെങ്കിലും ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തെ കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയത്തെ കണ്ടുകൊണ്ട് രാജ്യത്തിനെതിരായി, ഈ രാജ്യത്തിന്റെ സംസ്കാരത്തിനെതിരായി, ഈ രാജ്യത്തിന്റെ പാരമ്പര്യത്തിനെതിരായി കൊണ്ട് ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ കളികൾ കളിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് നടക്കില്ല എന്ന് തന്നെയാണ് കെ സുരേന്ദ്രൻ തന്റെ വാക്കുകളിലൂടെ വ്യക്തമാക്കുന്നതെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വളരെ കൃത്യമായിട്ടാണ് അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞത്. മാത്രവുമല്ല, PM ശ്രീയുമായി ബന്ധപ്പെട്ട് നമ്മളൊന്ന് എടുത്ത് പരിശോധിച്ചാൽ എന്തിനാണ് ഇവർ PM ശ്രീയെ എതിർക്കുന്നത്? PM ശ്രീയെ എതിർക്കാൻ ആരാണ് മുന്നിട്ടിറങ്ങുന്നത്? ഒരു സംശയവും വേണ്ട, ഇസ്ലാമിസ്റ്റ് പൊളിറ്റിക്കൽ മൗദൂദിസ്റ്റുകളൊക്കെ തന്നെയാണ് ഈ പറയുന്ന PM ശ്രീയെ എതിർക്കുന്നത്. എല്ലാവരും പറയുന്നത് എന്താണ്? പരമപവിത്രമതാ ഈ മണ്ണിൽ എന്ന് പറയുന്ന സംഘഗാനവും ഒക്കെ ഇനി സ്കൂളുകളിൽ പാടാം എന്നൊക്കെയാണ് പറയുന്നത്. ഈ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ കരട് ഒന്ന് എടുത്ത് വായിക്കുകയെങ്കിലും ചെയ്യണം ഇവരെന്നുള്ളതാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. ഇവിടെ എത്രയോ കേന്ദ്രീയ വിദ്യാലയങ്ങളുണ്ട്. കേരളത്തിൽ കേന്ദ്രീയ വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന എത്ര കുട്ടികളുണ്ട്? അവിടെയൊക്കെ പരമപവിത്രമതാമി ഭൂമി പഠിപ്പിക്കുകയാണോ? അങ്ങനെയല്ലല്ലോ. ഇനി കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് അവരവരുടെ അജണ്ടക്കനുസരിച്ച് ചിട്ടപ്പെടുത്തിയിട്ടുള്ള ചില ചരിത്രങ്ങൾ മാത്രമാണ് ഇവിടെ പഠിപ്പിച്ചത്. വെട്ടിമാറ്റപ്പെട്ട ചരിത്രങ്ങൾ, മുഗളന്മാരുടെ ചരിത്രങ്ങൾ പഠിപ്പിക്കാൻ കോൺഗ്രസിന് വളരെ ഉഷാറായിരുന്നു. അതുപോലെ തന്നെ ഇന്ത്യയിലെ പല രാഷ്ട്രീയ സാഹചര്യങ്ങളെയും അവരുടെ രാഷ്ട്രീയത്തിന് വേണ്ട രീതിയിൽ അവർ വെട്ടി എഴുതി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ സത്യസന്ധമായ ചരിത്രം എന്തായിരുന്നു? ഇന്ത്യയിലെ നിർമ്മിതികൾ എന്തായിരുന്നു? ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളിപ്പോ കുട്ടികളുടെ പാഠപുസ്തകത്തിൽ ലോകാത്ഭുതങ്ങളായിട്ട് പഠിക്കുന്നത്, അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ അത്ഭുതങ്ങളായിട്ടൊക്കെ നമ്മൾ പഠിക്കുന്നത് എന്താണ്? താജ്മഹലാണ്. താജ്മഹൽ ഷാജഹാൻ നിർമ്മിച്ച തന്റെ പ്രണയിനിയായിട്ടുള്ള മുംതാസിന് വേണ്ടിയിട്ട് ഷാജഹാൻ ഒരു പ്രണയ കുടീരം ഒരുക്കുന്നു. അത് വളരെ വെണ്ണക്കൽ കുടീരമാണ്. ആ വെണ്ണക്കൽ കുടീരമാണ് വലിയ അത്ഭുതം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ അതിലും എത്രയോ 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 വലിയ അത്ഭുതമാണ് എല്ലോറയിലെ ഗുഹാക്ഷേത്രങ്ങൾ എന്നുള്ളത് നമുക്കറിയാമല്ലോ. എല്ലോറയിലെ ഗുഹാക്ഷേത്രങ്ങളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. ഒരൊറ്റ കല്ലിൽ, അതായത് ഒരു പാറയിൽ, ഒരു വലിയ പാറയിൽ കൊത്തിയതാണ് ഇത്രയും വലിയ ഒരു എല്ലോറയിലെ സമുച്ചയവും അതുപോലെ തന്നെ അവിടുത്തെ കൈലാസ ക്ഷേത്രവും എന്ന് പറയുന്നത്. എങ്ങനെയാണ് അത് നിർമ്മിച്ചത് എന്ന് ഇപ്പോഴത്തെ ചരിത്രകാരന്മാർക്കും അതുപോലെ തന്നെ മറ്റുള്ള അതുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന പോലെ റിസർച്ച് നടത്തുന്ന ആളുകൾക്ക് പോലും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഈ കാലയളവിൽ അത്തരത്തിലൊരു ഗുഹാക്ഷേത്രം കൊത്തിയെടുക്കണമെങ്കിൽ വലിയ പാടാണ് എന്നാണ് പറയുന്നത്. പിന്നെ ആ സമയത്ത് ഇത്രയൊന്നും ഉപകരണങ്ങളില്ലാതിരുന്ന സമയത്ത്, ഒരു തരത്തിലും ആളുകളില്ലാതിരുന്ന സമയത്ത് എങ്ങനെ അത് നിർമ്മിക്കപ്പെട്ടു? ഇത്തരമുള്ള ചോദ്യം വലുതാണ്. അതുപോലെ തന്നെ തമിഴ്നാട്ടിലുള്ള പല ക്ഷേത്രങ്ങളും, ഇപ്പൊ കാഞ്ചീപുരത്തുള്ള ക്ഷേത്രങ്ങളുണ്ട്, തഞ്ചാവൂരുള്ള ക്ഷേത്രങ്ങളുണ്ട്. തഞ്ചാവൂരെ നിർമ്മിതികളൊക്കെ എങ്ങനെ നിർമ്മിച്ചു എന്ന് ചോദിച്ചാൽ നമുക്ക് അത്ഭുതമാണ്. അതൊന്നും നമ്മളെ പഠിപ്പിക്കില്ല, അതൊന്നും നമ്മൾ അറിയരുത്, ആ ചരിത്രങ്ങളൊന്നും നമ്മൾ ഒരിക്കലും മനസ്സിലാക്കരുത് എന്ന് ആ ഒരു രീതിയിൽ ഗൂഢമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ച് അല്ലെങ്കിൽ ഗൂഢാലോചന നടത്തി അത്തരം കാര്യങ്ങൾ ഒരിക്കലും ഈ പറയുന്ന പുതിയ തലമുറയുടെ മനസ്സിലേക്ക് എത്തരുത് എന്ന് വിചാരിച്ചുകൊണ്ട് അവർ വിചാരിക്കുന്ന ചരിത്രങ്ങളെ മാത്രം കുഞ്ഞുങ്ങളുടെ തലയിലേക്ക് കൊടുക്കുന്ന ഒരു രീതിയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. എന്നാൽ അതല്ല, മറിച്ച് ഭാരതത്തിന്റെ പാരമ്പര്യം എന്താണ്, ഭാരതത്തിന്റെ കാര്യം എന്താണ്, ഇവിടെ എന്തിനു വേണ്ടിയിട്ടാണ് വിദേശീയരായിട്ടുള്ള ആളുകൾ വന്നത്? അവർ അറിവിന് വേണ്ടിയാണ് ഭാരതത്തിലേക്ക് എത്തിയത്. ഇവിടെ നളന്ദ എന്ന് പറയുന്ന സർവകലാശാല ഉണ്ടായിരുന്നു, തക്ഷശില എന്ന് പറയുന്ന സർവകലാശാല ഉണ്ടായിരുന്നു. ലോകത്തിന്റെ ഏത് ഒരു കോണെടുത്ത് പരിശോധിച്ചാലും അവിടെ ഒന്നും ഒരു സർവകലാശാലയുടെയും ഒരു അവശിഷ്ടം പോലും കണ്ടെത്താത്ത സമയത്ത് ഇന്ത്യയിൽ, ഭാരതത്തിൽ ഒരു നളന്ദയുടെയും തക്ഷശിലയും ഉൾപ്പെടെയുള്ള പല സർവകലാശാലകളുടെയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. അതാ ഏത് ആക്രമണത്തിലാണ് അത് തടയപ്പെട്ടത് അല്ലെങ്കിൽ തകർക്കപ്പെട്ടത്? മാത്രമല്ല, നമ്മുടെ കേരളത്തിൽ തിരുവനന്തപുരത്ത് അതിർത്തിയിൽ ഒരു വലിയ സർവകലാശാല നിലനിന്നിരുന്നു പണ്ടത്തെ കാലത്തെ, ഒരു ശിവക്ഷേത്രവുമായി ബന്ധപ്പെട്ട്. ഇത്തരം കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. നമ്മുടെ പഠനത്തെക്കുറിച്ച് നമുക്കറിയില്ല, നമ്മുടെ രീതികളെ കുറിച്ച് നമുക്കറിയില്ല. ഉപഗ്രഹങ്ങൾക്കൊക്കെ നമ്മൾ പേര് കൊടുക്കുന്നത് എന്താണ്? പലതരത്തിലുള്ള പേരുകൾ നമ്മൾ കൊടുക്കാറുണ്ട്. ഈ ഉപഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട് ആര്യഭട്ട എന്ന് പറയുന്ന ഒരു ഉപഗ്രഹമുണ്ട്. ഇന്ത്യയിൽ കോൺഗ്രസ് ഭരിക്കുന്ന സമയത്താണ് ആര്യഭട്ടയ്ക്ക് ആ പേര് കൊടുത്തത്. ആരായിരുന്നു ആര്യഭട്ടൻ? ആര്യഭട്ടൻ ആരായിരുന്നു നമ്മളെ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ പഠിപ്പിക്കുന്നില്ല. ആര്യഭട്ടനെ പോലെ തന്നെ പല ഗണിതശാസ്ത്ര വിദഗ്ധരെ പറ്റി നമ്മുടെ ഭാരതത്തിൽ നിലനിന്നിരുന്ന കാര്യമുണ്ട്, അത് പഠിപ്പിക്കുന്നില്ല. ഭാരതത്തിലെ പലതരത്തിലുള്ള ജ്യോതിർശാസ്ത്രജ്ഞരായിട്ടുള്ള ആളുകളെ പറ്റിയുണ്ട്. അതായത് വാനം നിരീക്ഷിച്ചുകൊണ്ട്, നക്ഷത്രങ്ങളുടെ ഗതിയും ഗ്രഹങ്ങളുടെ ഗതിയും നിരീക്ഷിച്ചുകൊണ്ട് പലതരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞ മഹാത്മാക്കൾ കേരളത്തിൽ, ഈ ഇന്ത്യയിലൊക്കെ ജീവിച്ചിരുന്നു. അവരെ പറ്റി പഠിപ്പിക്കുന്നില്ല.
നമ്മൾ പഠിപ്പിക്കുന്നത് ആരെ പറ്റിയാണ്? മുഗളന്മാരെ പറ്റി, അതുപോലെ തന്നെ വിദേശീയരായിട്ടുള്ള ആൾക്കാരെ പറ്റി, അവരുടെ ചരിത്രങ്ങളെ പറ്റി, പിന്നെ ഇന്ത്യയുടെ കോൺഗ്രസ് പ്രധാനമന്ത്രിമാരെ കുറിച്ച് എല്ലാവരെ പറ്റിയും പഠിപ്പിക്കണം. പക്ഷേ ചില കാര്യങ്ങൾ മാത്രം പുറത്തു നിർത്തുന്ന ഒരു സമീപനമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇനി അത് നടക്കില്ല എന്നുള്ളത് തന്നെയാണ് BJP പറഞ്ഞു വെക്കുന്നത്. അതിന് ആരും ചൊറിഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല എന്നുള്ള നിലയിലും BJP കൃത്യമായി പറയുന്നുണ്ട്. ഇവിടെ ഇടത് ഇസ്ലാമിസ്റ്റ് അജണ്ടയുള്ള ആളുകൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തുള്ളിയിട്ടൊരു കാര്യവുമില്ല. അവനവന്റെ പാരമ്പര്യം, അവനവന്റെ ഭാരതത്തിന്റെ പൈതൃകമൊക്കെ കുഞ്ഞുങ്ങൾ പഠിച്ചാൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാകുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ആ വിചാരം നിങ്ങൾ എടുത്ത് മാറ്റിവെക്കുക എന്നുള്ളത് മാത്രമേ വകുപ്പുള്ളൂ എന്ന് തന്നെയാണ് കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്. എന്തായാലും PM ശ്രീ പോലുള്ള ഒരു മികച്ച പദ്ധതി, എല്ലാ തരത്തിലും കുട്ടികൾക്ക് വളരെ നല്ല നിലയിൽ മുന്നോട്ട് പോകാൻ പറ്റിയ പദ്ധതി, ഒരു ബ്ലോക്കിൽ 2 സ്കൂളുകൾക്കാണ് ഏകദേശം 80 ലക്ഷം മുതൽ 1 കോടി രൂപ വരെ കിട്ടുന്നത്. അതിലും ആ കാര്യം മാത്രമല്ല, NIT, IIT തുടങ്ങിയ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലെ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിലെ വിദഗ്ധർ ഉൾപ്പെടെയുള്ള ആളുകളാണ് ഇതിന് മേൽനോട്ടം കൊടുക്കുക, തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കിട്ടാൻ വേണ്ടി നടക്കുമ്പോൾ ഇതിൽ അനാവശ്യമായ കള്ളങ്ങൾ പ്രചരിപ്പിക്കുക, ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുപോവുക, അതിനെതിരായിക്കൊണ്ട് അനാവശ്യമായിട്ടുള്ള സമരങ്ങൾ ഉയർത്തിക്കൊണ്ടുവരിക, ഇതൊക്കെയാണ് അവർ ചെയ്യുന്നത്. മാത്രവുമല്ല, ഈ കാര്യങ്ങളിൽ ചിലപ്പോ സവർക്കറേയും അത് മാത്രമല്ല പല ആളുകളെ പറ്റിയും നിങ്ങൾ പഠിക്കേണ്ടി വരും. ആ പഠനം എന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾ പഠിച്ചിട്ട് അതിൽ ഏതെങ്കിലും തരത്തിൽ അവർക്ക് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാൽ അവർ തള്ളിക്കളയാനുള്ള സ്വാതന്ത്ര്യവും അവർക്കുണ്ട്. അതുകൊണ്ട് സവർക്കറെ പറ്റിയും ഈ പറയുന്നത് പോലെ മറ്റുള്ള നേതാക്കന്മാരെ പറ്റിയും ഒക്കെ നിങ്ങൾ പഠിക്കേണ്ടി വരും എന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു വെക്കുമ്പോൾ അതൊരു നല്ല തരത്തിലുള്ള സന്ദേശമാണ് കൊടുക്കുന്നത്. മാറുന്ന ഇന്ത്യയുടെ, മാറുന്ന ഭരണാധികാരികളുടെ, ഭാരതത്തിന്റെ പൈതൃകത്തിന്റെ ശബ്ദം അവിടെ ഉയരുകയാണ്.